എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പ്രതിരോധ ശക്തി വർദ്ധിക്കാനും കൊളസ്ട്രോളിനെയും ഡയബറ്റീസിനെയും കൺട്രോൾ ചെയ്യാനും അത്യുത്തമമായ ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് മസാല വേണമല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു മുറി തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇങ്ങനെ എടുത്ത് കണ്ടോ, നല്ലപോലെ കണ്ടോ. അങ്ങനെ എടുത്തതിന് ശേഷം ഒരു 5 എരിവുള്ള പച്ചമുളകിനെ എടുത്ത് നമ്മൾ ആ തേങ്ങയ്ക്കകത്തിലോട്ട് ഇടുവാണ്. അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അതിനെ അരയ്ക്കണം. അത് മസാലയൊന്നും ഇടട്ടെ. പിന്നെ 5-6 കഷ്ണം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞത് അതിനെയും കൂടെ അതിനകത്തിലിട്ടു. പിന്നെ ഒരു വലിയ സവാള എടുത്തു, അതിനെയും അതിനകത്തിലിട്ട്. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. നല്ലപോലെ അരയണം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ട് ഞാൻ അരച്ചെടുത്ത് കണ്ടോ. തുള്ളി വെള്ളവും കൂടി ഒഴിച്ചാണ് ഞാൻ അരച്ചത്. എന്നിട്ട് ഞാനിപ്പം ബാക്കി എന്താണെന്നുള്ളത് കാണിച്ചു തരാം. സ്റ്റൗ മേലെ നമ്മൾ ചീനിച്ചട്ടി വെച്ചു. നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. 2 സ്പൂണ് ചൂടായി കഴിയുമ്പോൾ ഞാൻ വേറെ ഇതെന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. 1 സ്പൂണ് കടുകും 1 സ്പൂണ് ജീരകവും കൂടെ നമ്മൾ ഒന്നിച്ചിതിനെ അങ്ങ് മൊരിക്കുക. അപ്പോൾ ഒന്ന് കുറച്ചാകുമ്പം തന്നെ നമുക്ക് എന്തെല്ലാം 3-4 ചുമന്ന മുളക് അതിന് ഞാനൊന്ന് മുറിച്ചിടുവാണ് വറുത്തെടുക്കാൻ വേണ്ടി. ബാക്കി ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പം നമ്മളുടെ മുളകും എല്ലാം മൂത്ത് നല്ലതുപോലെ അരച്ചത് നമ്മൾ ഇതിനകത്തിലങ്ങ് ചേർക്കുക. ചേർത്തിട്ട് സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കണം. അങ്ങനെ വെട്ടി തിളപ്പിക്കേണ്ട. അപ്പോൾ അരപ്പ് നമ്മളുടേതൊന്ന് ചൂടായാൽ മതി കേട്ടോ. വെട്ടി തിളപ്പിച്ചില്ലല്ലോ നമ്മൾ. വെട്ടി തിളപ്പിക്കരുത്. ചൂടായി കഴിഞ്ഞോണം തന്നെ നമ്മൾ 150 ഗ്രാം തൈര് അതിനെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. വെട്ടി തിളപ്പിക്കാതെ തന്നെ ഞാൻ അതിനെ ഓഫ് ചെയ്തായിരുന്നു. എന്നിട്ട് സിമ്മിലിട്ടിരിക്കും. അപ്പം നമ്മൾ 150 ഗ്രാം തൈരിനെ നല്ലതുപോലെ കണ്ടോ അടിച്ചെടുത്തു. അതിന് ശേഷം നമുക്കുണ്ടല്ലോ ഒരു 150 ഗ്രാം വെള്ളവും കൂടെ നമുക്ക് ചേർക്കാം. ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം. ചാറുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആവത്തുള്ളൂ. കാരണം നമ്മൾ ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പം ഞാൻ നല്ലതാക്കി ഞാൻ കാണിച്ചു തരാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ഇട്ടിട്ടൊന്ന് ഇളക്കി നോക്കണം. ഉപ്പ് പാകത്തിന് നമ്മൾ ചെക്ക് ചെയ്യണം. ചില ആൾക്കാർക്ക് തൈരിൻ്റെ പുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പുളി അധികം ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? അധികം പുളിയില്ലാത്ത തൈരെടുത്താൽ മതി. അപ്പോൾ തൈരും നമ്മൾ ഒഴിച്ചു, അരപ്പ് വിട്ടു. ഈ ഗ്യാസിൻ്റെ ചീനിച്ചട്ടിയുടെ വളരെ സിമ്മിലാണ്. കാരണം വെട്ടി തിളപ്പിക്കരുത് കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. അപ്പം ഞാൻ ഓഫ് ചെയ്തു. അതിന് ശേഷം കണ്ടോ, വെട്ടി തിളയ്ക്കുന്നതില്ലല്ലോ. കണ്ടോ. അതിന് ശേഷം നമ്മൾ ചേമ്പാണ് ഇതിനകത്തിലോട്ട് ഇടാൻ പോകുന്നത്. ചെറുചേമ്പ്. അപ്പോൾ ഈ ചേമ്പിനെ ഇതിനകത്ത് കിടന്നിട്ട് ഇതിൻ്റെ മസാലയൊക്കെ തന്നെ പിടിച്ചോളും. വേണ്ട. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? ചേമ്പിനെ ഞാനൊരു ചരുവത്തിൽ വെള്ളം മുങ്ങിക്കിടക്കുന്ന പോലെ ഇട്ട് ലേശം ഉപ്പും കൂടി ഇട്ട് അതിനെ പുഴുങ്ങി അതിൻ്റെ തൊണ്ട് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ കറിയിലോട്ട് ഇടുന്നത്. പിന്നെ നമ്മൾ വെട്ടി തിളപ്പിക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇതേപോലെ മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കി കഴിക്കണം. ഇതൊരുപാട് നല്ല സാധനമാണെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് കഴിച്ചതിന് ശേഷം വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ തരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.